ഹലോ വെൽക്കം ടു എക്സ് ആൻഡ് വെലേണി. സോ നമ്മൾ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഓരോ ചാപ്റ്ററുകൾ നമ്മൾ ഓരോ വീക്കിലായിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ് ഡൈവേഴ്സിറ്റി. കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സും അതിൻ്റെ ഫുള്ളി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ക്ലാസ് 6ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡൈവേഴ്സിറ്റി. അപ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി? നമ്മൾ ഒരുപാട് ലൈഫ് ഉണ്ട് അല്ലേ, നമ്മുടെ ഈ ലിവിങ് ബീങ്സിൽ തന്നെ ഒരുപാട് ആളുകൾ നമുക്കറിയാം, ഒരുപാട് സ്പീഷീസ് ഉണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഒരുപാട് ബേർഡ്സ് ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് അവർ വേൾഡ് ഈസ് ഫുൾ ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ടൈനി ജെംസ് അല്ലേ. നമുക്ക് ഈവൻ നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് വരെ ഉണ്ട്. സോ അത്രയും അധികം ഓർഗാനിസംസ് ഉള്ള ഒരു വേൾഡ് ആണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. എവറി ലിവിങ് തിങ്സ് ആൻഡ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ഷേപ്പ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിന് അതിൻ്റെതായിട്ടുള്ള ഷേപ്പുകളുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഷേപ്പുകളുണ്ട്, സൈസ് ഉണ്ട് ആൻഡ് വേ ഓഫ് ലിവിങ്. എല്ലാവരും ഒരേപോലെയല്ല. ഫിഷസ് വാട്ടറിലാണ്, നമ്മൾ ലാൻഡിലാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, വേ ഓഫ് ലിവിങ് ആണ് കാണിക്കുന്നത്. ദിസ് ഹ്യൂജ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ലിവിങ് തിങ് ഈസ് കോൾഡ് ഡൈവേഴ്സിറ്റി. ഇത്രയധികം ലിവിങ് ബീയിങ്സിനെ എല്ലാവരും വിളിക്കുന്ന പേരാണ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡൈവേഴ്സ് ഫോംസ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി ലിവിങ് ഓർഗാനിസം എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. ലിവിങ് ഓർഗാനിസം, ദ ഓർഗാനിസം വിച്ച് പൊസസ് ലൈഫ് ഉള്ള ആളുകളാണ് എന്ത് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ക്യാൻ മൂവ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ആവണമെന്നല്ല കേട്ടോ. എനി ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ്. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ദേ ക്യാൻ മൂവ് ദെയർ ബോഡി പാർട്സ്. അവരുടെ ഒരു ബോഡി പാർട്സ്, പ്ലാന്റ് ബോഡി പാർട്സ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം ദേ ക്യാൻ മൂവ്, ഗ്രോ. ഗ്രോത്ത് കാണിക്കുക എന്താണ്, ആക്ച്വലി നമ്മളൊരു 2 കല്ല് ഇവിടെ വെക്കാണ്. അപ്പോൾ ഒരു കല്ല് അത് പിറ്റത്തെ ദിവസം നമ്മൾ വന്ന്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വന്ന് നോക്കുന്ന സമയത്ത് അത് 2ആയിട്ട് മാറിയിട്ടുണ്ടാവും? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. അപ്പോൾ നമുക്കറിയാം ലിവിങ് ബീങ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഗ്രോ ചെയ്യാൻ പറ്റുക. ആൻഡ് ദേ ക്യാൻ റെസ്പയർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ്, അവർക്ക് എനർജി എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഫുഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനർജി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റെസ്പയർ. ആൻഡ് ഓൾസോ ദേ ക്യാൻ ബ്രീത്തും ചെയ്യാൻ പറ്റും. ആൻഡ് ദേ റീപ്രൊഡ്യൂസ്, അവരെന്ത് ചെയ്യാൻ പറ്റും, അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഓർഗാനിസത്തിൽ നിന്ന് ന്യൂ ആയിട്ടുള്ള ഓർഗാനിസത്തിന് ക്രിയേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഓർഗാനിസംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് ബീങ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പറ്റുള്ളൂ. ഇനി ഹാവ് ഡെഫിനിറ്റ് ലൈഫ് സ്പാൻ. എല്ലാ ഓർഗാനിസത്തിനും അതിനൊരു ആവറേജ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കറിയാം 150 ഇയേഴ്സ്, ടോട്ടോയ്സ് ഒക്കെ എന്ത് ചെയ്യും, 150 ഇയേഴ്സ് ഒക്കെ ലീവ് ചെയ്യും. പക്ഷെ നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 70 റേഞ്ചിലാണ്, ഒരു 60 to 70 റേഞ്ചിലാണ് ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്, ഓരോ ലിവിങ് ബീങ്സിനും ഒരു ലിമിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ എന്തുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓർഗാനിസംസ് ആർ സിംപ്ലി ഡിഫൈൻഡ് ആസ് എനി ലിവിങ് തിങ് റേഞ്ചിങ് ഫ്രം മൈക്രോസ്കോപ്പിക് ബാക്ടീരിയ ടു ലാർജ് എലിഫന്റ് ഓർ ഈവൻ വെയിൽസ് വരെയുള്ള ഓർഗാനിസംസ് ആണ്. ആൻഡ് എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരു ടൈനി ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ബാക്ടീരിയ ടു ലാർജ് വെയിൽ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും സൈസ് റേഞ്ച് ചെയ്യുന്ന ഓർഗാനിസംസ് നമുക്ക് കാണാൻ പറ്റും. ഇവന്തോ നമുക്ക് ടോളസ്റ്റ് ആയിട്ടുള്ള സെക്കോയ പ്ലാന്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ലിവിങ് ബീങ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദേ ഹാവ് മെയ്ഡ് അപ്പ് ഓഫ് ദേ സെൽസ് എന്ന് പറയുന്ന ടൈനി സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് വെച്ചിട്ടാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ ക്യാൻ ഒബ്റ്റെയിൻ ആൻഡ് യൂസ് എനർജി, ഗ്രോ, ഡെവലപ്പ്, റീപ്രൊഡ്യൂസ്, അഡാപ്റ്റ് ടു ദെയർ എൻവയോൺമെൻറ്റ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലിവിങ് ഓർഗാനിസം കാണിക്കുന്നുണ്ട്. ആൻഡ് ക്യാൻ റെസ്പോണ്ട് ടു എൻവയോൺമെൻറ്റ് ഓർ സ്റ്റിമുലായി, അതായത് എന്തെങ്കിലും റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സിഗ്നൽസിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എൻവയോൺമെൻറ്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതും ലിവിങ് ഓർഗാനിസംസിനാണ്. ഇനി പ്ലാന്റ്സ് ആർ ലിവിങ് ഓർഗാനിസം ദാറ്റ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് മേക്ക് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിന് മാത്രമാണ് എന്ത് ചെയ്യുക, ഫുഡ് മേക്ക് ചെയ്യാനുള്ള ആ ലിവിങ് ഓർഗാനിസത്തിൽ പോസിബിലിറ്റി ഉള്ളത്. പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോബിയൽ ആയിട്ടുള്ള ആൽഗേസിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് ദേ പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഓക്സിജൻ ടു ദ അതർ ലിവിങ് ബീങ്സ്. അതർ ലിവിങ് ബീങ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഓക്സിജനും ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാരാണ്, ആക്ച്വലി പ്ലാന്റ്സ് ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആനിമൽസ് ആർ ലിവിങ് ഓർഗാനിസം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ് ഓർ അതർ ആനിമൽസ് ഓർ ഫുഡ്. അതായത് അതർ ആനിമൽസിനെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് വി കോൾ ഇറ്റ് ആസ് ആനിമൽസ് എന്ന് വിളിക്കുക. സോ പ്ലാന്റ്സും ആനിമൽസിനും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ
ബേസിക്കലി അറിഞ്ഞുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫോംസിനനുസരിച്ച്, ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം മേക്ക് ഇറ്റ് ഈസിയർ ടു ഐഡന്റിഫൈ ആൻഡ് കമ്പൈൻ ഡൈവേഴ്സ് സ്പീഷീസ്. അതായത് ഓരോ ഓർഗാനിസം, അതായത് നമ്മളൊരു ഏപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുരങ്ങ് ഫാമിലി അല്ലെങ്കിൽ മങ്കി ഫാമിലിനെയാണ് നമ്മൾ ഏപ്സ് എന്ന് വിളിക്കുക. സോ ഏപ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്പുകളൊക്കെ ആ ഒരു ഫാമിലിയിൽ വരുന്നതാണ്. സോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരുത്തരും വ്യത്യസ്തമായുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൈവേഴ്സ് ഫോംസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഷീസ്. അതുപോലെ തന്നെ ഓരോ സ്പീഷീസിനും ഇൻ ബിറ്റ്വീനുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഗ്രൂപ്പിംഗ് ഈഡ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ ഓഫ് സ്പീഷീസ് ഇൻ എക്കോസിസ്റ്റംസ്. ഓരോ എക്കോസിസ്റ്റത്തിലും ഓരോന്നിൻ്റെയും റോൾ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിനെ അവരുടെ ഹൈറ്റ് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് അനുസരിച്ചിട്ട് ഹെർബ്സ്, സ്hrubs, ട്രീസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസിഫിക്കേഷനിലെ ഹെർബ്സ് എന്ന് പറയുന്നത് സ്മോൾ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ സ്hrubs എന്ന് പറയുന്നത് മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ്. ട്രീസ് എന്ന് പറയുന്നത് ടാൾ പ്ലാന്റ്സ് ആണ്. അതാണ് അവരുടെ ഹൈറ്റ് ആൻഡ് സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, അവരുടെ സ്റ്റെം ടൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നോക്കുന്നുണ്ട്. സ്റ്റെം ടൈപ്സ് ആണെങ്കിൽ ഹാർഡായിട്ടുള്ള തിക്കായിട്ടുള്ള സ്റ്റെംസ് ഉള്ളതിനെ ഹാർഡ് സ്റ്റെംസ് എന്ന് വിളിക്കും. ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെംസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്, അവരെ സോഫ്റ്റ് സ്റ്റെം പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക. സോ അങ്ങനെ സ്റ്റെം ടൈപ്പിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഹെർബ്സ്, സ്hrubs, അതുപോലെ തന്നെ ട്രീസ് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഹെർബ്സ് ആർ ദ ഷോർട്ട് സൈസ്ഡ് പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് ഗ്രീൻ ഡെലിക്കേറ്റ് സ്റ്റെം വിതൗട്ട് വുഡി ടിഷ്യൂസ്. അവരുടെ സ്റ്റെം എന്താണ്, സ്റ്റെം ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റെംസ് ആണ്, അത് സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, സ്മോൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഹെർബ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ വിത്തിൻ 1 or 2 സീസൺ. 2 സീസൺ കഴിയുമ്പോഴെങ്കിലും അവരുടെ ലൈഫ് സീസൺ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അവരും എന്ത് ചെയ്യും, ഡൈ ആവും. അതാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡൈ ആവും. അതിൻ്റെ എക്സാമ്പിൾ ആണ് ടൊമാറ്റോ, വീറ്റ്, പാഡി, ബനാന. ഇതിനൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ലൈഫ് സ്പാനോ അല്ലെങ്കിൽ 1 സീസണോ 2 സീസണോ ഒക്കെ അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം കുറവാണ്. നിയർ ടു ഒരു 6 months അല്ലെങ്കിൽ ഒരു 8 months ഒക്കെ റേഞ്ച് ചെയ്യുള്ളൂ അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി shrubs എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി ഒരു ഹൈറ്റ് കൂടിയതാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയം സൈസ് വുഡി പ്ലാന്റ്സ് ആണ്. അവരുടെ വുഡി പ്ലാന്റ്സിൻ്റെ ആ ഒരു സ്റ്റെംസ് എന്താണ്, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള വുഡി ആയിട്ടുള്ള ബാർക്കൊക്കെ കാണാൻ പറ്റും. ആൻഡ് ദാൻ ഹെർബ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വുഡിയാണ്. ആൻഡ് വിച്ച് ഇൻക്ലൂഡ് ബുഷി. അവരുടെ ബ്രാഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ അവരുടെ ബുഷി ആയിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹാർഡ് ആൻഡ് വുഡി സ്റ്റെംസ് വിത്ത് മെനി ബ്രാഞ്ചസ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ബുഷി അപ്പിയറൻസ് എന്ന് പറയുന്നത്. സോ ബുഷി അപ്പിയറൻസ് ഉണ്ടാവും. സ്റ്റെംസ് ആർ ഹാർഡ്, ഫ്ലെക്സിബിൾ ബട്ട് നോട്ട് ഫ്രജൈൽ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രജൈൽ ചെയ്യാൻ പറ്റില്ല, പൊട്ടിക്കാൻ പറ്റില്ല. നമുക്ക് ഹെർബ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഫ്രജൈലാണ് ഹെർബ്സ് എന്ന് പറയുന്നത്. പക്ഷേ shrubs എന്തല്ല, ഫ്രജൈൽ അല്ല. സ്റ്റെംസ് ആർ ഹാർഡ്, ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ ഫ്രജൈൽ അല്ല, പൊട്ടിപ്പോവില്ല. എക്സാമ്പിൾസ് റോസ്, ജാസ്മിൻ, ലെമൺ, തുളസിക്ക് എന്താണ് നമ്മളുടെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഹെർബേഷ്യസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിനൽ പ്ലാന്റ്സിനെ ഹെർബേഷ്യസ് പ്ലാന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. സോ അതിൽ തുളസി പറയാനുണ്ട്. ബട്ട് ആക്ച്വലി തുളസി എന്ന് പറയുന്നത് ഹെർബ് അല്ല, shrub ആണ്. ഹെർബേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഹെർബേഷ്യസ് എന്ന് ഇതിനും വിളിക്കാറുണ്ട്. ബട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ അരോമാറ്റിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെർബേഷ്യസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് തുളസിനെ കാണാൻ പറ്റും. അപ്പോൾ തുളസി എന്ന് പറയുന്നത് ആക്ച്വലി ഹെർബ് അല്ല, shrub ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് നമുക്ക് സൈസ് കുറവുള്ള തുളസിനെ കാണാൻ പറ്റും, അതിന് നമുക്ക് ഹെർബായിട്ട് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തുളസീസ് ആർ ദർ. അതും കൂടി ബേസിൽ പ്ലാന്റ്സ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം കേട്ടോ, സോറി ഇംഗ്ലീഷിൽ പറയാം. സോ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ. ടോളസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആണ് നമ്മൾ ട്രീസ് എന്ന് വിളിക്കുന്നത്. ബിഗ് ആൻഡ് ടാൾ പ്ലാന്റ്സ് ആണ് വിത്ത് വെരി തിക്ക് വുഡി ആൻഡ് ഹാർഡ് സ്റ്റെംസ് കോൾഡ് ദ ട്രങ്ക്. അവർക്ക് ഹാർഡ് ആയിട്ടുള്ള സ്റ്റെം ഉണ്ടാവും. ഹാർഡ് ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടാണ് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് വിളിക്കുന്നത്. സോ ആ ട്രങ്ക് എന്ന് പറയുന്ന പാർട്ട് ഉണ്ടാവും. ആൻഡ് ട്രങ്ക് ഗിവ്സ് ടു മെനി ബ്രാഞ്ചസ്. ആ ട്രങ്ക് ആണ്, ആ ഹാർഡ് ആയിട്ടുള്ള വുഡി ആയിട്ടുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റെം ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. ബട്ട് സം ട്രീസ് ആർ ബ്രാഞ്ച്ലെസ് വിത്ത്
ലൈക്ക് കോക്കനട്ട് ട്രീയിലെ പോലെയുള്ള പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അവർക്ക് ആ ടോപ്പിൽ നിന്ന് എന്ത് ചെയ്യും, ഒരുപാട് ലീവ്സ് അറൈസ് ചെയ്യുന്ന രീതിയിലാണ് കോക്കനട്ട് ട്രീയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിളാണ് മാംഗോ, നീം, തേക്ക്, ഓക്ക് ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിളാണ്. സോ ട്രീസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആണ്. ഇനി നമുക്ക് അത് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ തന്നുള്ളത് ഇങ്ങനെയാണ്: സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹെർബ്, shrubs ആൻഡ് ട്രീസ് ആർ ഗിവൺ ബിലോ. ഹെർബ്സിൻ്റെയും സ്hrubസിൻ്റെയും ട്രീസിൻ്റെയും സം ക്യാരക്ടറിസ്റ്റിക് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെർബ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് വിത്ത് ഗ്രീൻ ആൻഡ് ടെൻഡർ സ്റ്റെംസ്. കറക്റ്റ് അല്ലേ? പ്ലാന്റ്സ് വിത്ത് ഗ്രീൻ ആൻഡ് ടെൻഡർ ആയിട്ടുള്ള സ്റ്റെംസ് ആണ് ഹെർബ്സ് എന്ന് പറയുന്നത്. shrubs എന്ന് പറയുന്നത് പ്ലാന്റ്സ് വിത്ത് ഹാർഡ് ബട്ട് നോട്ട് വെരി തിക്ക് സ്റ്റെംസ്. അതും എന്താണ്, കറക്റ്റ് ആണ് അല്ലേ? ഇതും കറക്റ്റ് ആണ്. ഇനി ട്രീസ്, പ്ലാന്റ് കനോട്ട് സ്ട്രെയിറ്റ് അപ്രൈറ്റ് ആൻഡ് സ്പ്രെഡ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രീസ് എന്ന് വിളിക്കുന്നത്. അതിന് ആക്ച്വലി ട്രീസ് എന്നല്ല വിളിക്കുക, അതിന് നമ്മൾ ക്രീപ്പേഴ്സ് എന്നാണ് വിളിക്കുക. ഗ്രൗണ്ടിൽ ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ്സിനെ ക്രീപ്പേഴ്സ് എന്നാണ് വിളിക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിച്ച് ഓഫ് ദ അബോവ് ഗിവൺ പോയിന്റ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഗ്രൗണ്ടിൽ ക്രീപ്പ് ചെയ്യുന്ന പ്ലാന്റ്സിനെ നമ്മൾ ക്രീപ്പേഴ്സ് എന്നാണ് വിളിക്കുക. അത് ആക്ച്വലി വേറൊരു ടൈപ്പാണ് കേട്ടോ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇതിൽ കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 and 2 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളെ കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്ക് നോക്കാം, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ക്ലൈംബേഴ്സ്, എന്താണ് ക്രീപ്പേഴ്സ് എന്നുള്ളത് നോക്കണം. അപ്പം സം സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഒരു ലോങ് ആയിട്ടുള്ള വെരി തിൻ ആയിട്ടുള്ള സ്റ്റെംസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിന് വീക്ക് സ്റ്റെംസ് ആയിരിക്കും ആ സ്റ്റെംസ് എന്ന് പറയുന്നത്. അപ്പം വീക്ക് സ്റ്റെം ആയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് സ്ട്രെയിറ്റ് അപ്രൈറ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് ചില സമയത്ത് സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലൈംബ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് ക്ലൈംബേഴ്സ്. സോ ഹാവ് വെരി തിൻ, long and weak stem that cannot stand upright and use external support to carry their weight and grow vertically grow ചെയ്യാൻ പറ്റും. ആ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിന് നമ്മൾ ടെൻഡ്രിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ ക്ലൈംബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ വാൾസിൽ സ്പ്രെഡ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ടാവും. ദേ ആർ ഓൾ ക്ലൈംബേഴ്സ്. പെപ്പറൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. പെപ്പർ, പീ പ്ലാന്റ്, ഗ്രേപ്പ് വൈൻ, മണി പ്ലാന്റ് ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിളാണ്. സോ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ എന്താണ്, അവർക്ക് സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡയറക്റ്റ്ലി ഗ്രോ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ഇനി ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് അപ്രൈറ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ല ടെൻഡ്രിൽസ് പോലെ. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും, ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. സോ പ്ലാന്റ്സ് ഹാവിങ് വെരി ഫ്രജൈൽ long thin stem that cannot stand erect and creep on the ground are called creepers. And എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് വാട്ടർമെലൺ, സ്ട്രോബെറി, പംകിൻ ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആണ്, ക്രീപ്പേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇതാണ് പ്ലാന്റ്സിൻ്റെ അടുത്ത ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സിൻ്റെ അടുത്തൊരു ഗ്രൂപ്പിംഗ് ആണ് പ്ലാന്റ്സിൻ്റെ ലീവ്സ്. നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ആ ലീവ്സ് നമുക്ക് ഒരു ലീഫിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ പാർട്ടിൽ നിന്ന്, ഒരു ബ്രാഞ്ചിൽ നിന്ന് ലീഫ്, ഒറ്റ സിംഗിൾ ലീഫ് അറൈസ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സിമ്പിൾ ലീവ്സ്. അപ്പം ഒരു സിമ്പിൾ ലീവ്സ്, അതായത് ഒരു പാർട്ടിൽ നിന്ന് ഒരൊറ്റ ലീഫാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ലീഫ് എന്നാണ് വിളിക്കുക. ഇനി ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരുപാട് ലീവ്സ് അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ് അറൈസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിക്കുക. സോ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടാമ്പറിൻ പ്ലാന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കോമ്പൗണ്ട് ലീവ്സ് ആണ് കാണാൻ പറ്റുക. എന്നാൽ നമ്മൾ ഒരു ഹിബിസ്കസ് പ്ലാന്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹിബിസ്കസ് പ്ലാന്റിൽ നമുക്ക് സിമ്പിൾ ലീവ്സ് ആണ് കാണാൻ പറ്റുക. ഒരു സിംഗിൾ ലീഫാണ് അവിടെ ഒരു ബ്രാഞ്ചിൽ അറൈസ് ചെയ്യുക. ഇവിടെ ഒരു ബ്രാഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ലീഫ്ലെറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ആസ് കോമ്പൗണ്ട് ലീവ്സ്. അപ്പോൾ നമുക്ക് നോക്കാം, പ്ലാന്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ട്രക്ചർ കൂടിയാണ് എന്ത്, ലീഫ് എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഫുഡ് മേക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഹെൽപ്സ് ഇൻ ദ ഗ്യാസ് എക്സ്ചേഞ്ച്. ലീഫാണ് ഗ്യാസ് എക്സ്ചേഞ്ചിനും എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതാണ് അടുത്തൊരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ പറയുന്നത്, പ്ലാന്റ്സിൽ ലീഫിൽ സം പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അവരെയാണ് ആ ഒരു പാറ്റേൺസ്, ആ ഒരു സ്ട്രക്ചേഴ്സിനെ നമ്മൾ വെയിൻസ് എന്നാണ് വിളിക്കുക. ആ ഒരു ലീഫിൽ കാണുന്ന ആ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വെയിൻസ് ആണ് വിളിക്കുക. ആ വെയിൻസിൽ ഒരുപാട് പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അത് പാരലൽ ആയിട്ടുള്ള പാറ്റേൺസ് കാണാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് പാരലൽ വീനേഷൻ. അതാണ് ഈ ഒരു പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ വെയിൻസ് എന്താണ്, ഇങ്ങനെ പാരലൽ ലൈൻസ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ചില ലീവ്സിൽ നമ്മൾ ഈ ഹിബിസ്കസ് പോലെയുള്ള പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് നെറ്റ്വർക്ക് ലൈക്ക് പാറ്റേൺസ് ആണ് കാണാൻ പറ്റുക, അല്ലേ, വെബ് ലൈക്ക് പാറ്റേൺസ് ആണ് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് കോൾഡ് ആസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ വെയിൻസ് ഫോം എ നെറ്റ്വർക്ക് പാറ്റേൺ ഇൻ ദ ലീഫിൽ നെറ്റ്വർക്ക് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ്
റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ലീഫിലെ ഈ ഒരു വെയിൻസിൻ്റെ പാറ്റേണിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് വിളിക്കുന്നത്, ലീഫ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ വരുന്നത് പാരലൽ വീനേഷൻ ആണ്. അപ്പോൾ പാരലൽ വീനേഷൻ റൺ പാരലൽ ടു ദ ഈച്ച് അതർ ഇൻ എ ലീഫ്. അതായത് ലീഫിലെ എല്ലാ ലീഫിലും നമുക്ക് ആ വെയിൻസ് പാരലൽ ലൈനായിട്ട് പാസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് പാരലൽ വീനേഷൻ. ഇനി ഇത് മേജർലി കാണാൻ പറ്റുന്നത് മോസ്റ്റ്ലി ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. അതായത് സീഡ്സ് രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് ഉണ്ട്, അവരെയാണ് നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് വിളിക്കുക. അപ്പോൾ സീഡ് ഗ്രോ ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ആ ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് മേജർലി നമുക്ക് റെറ്റിക്കുലേറ്റ് വീനേഷൻ കാണാൻ പറ്റുക. മോണോകോട്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ കോട്ടിലിഡനുള്ള പ്ലാന്റ് ആണ്. ആ കോട്ടിലിഡൻ സിംഗിൾ ആയിട്ട് കാണുന്ന പ്ലാന്റ്സിൽ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുക പാരലൽ വീനേഷൻ ആണ്. അപ്പോൾ പാരലൽ വീനേഷൻ നമുക്ക് കോക്കനട്ടിൽ, ഗ്രാസസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ആ ഒരു സീഡ്സിന് എന്താണ് മോണോകോട്ട് സീഡ്സ് ആണ് അവിടെ ഉണ്ടാവുക. ആൻഡ് ഡൈക്കോട്ട് സീഡ്സ് ആണ് മാംഗോ, ഹിബിസ്കസ് ഒക്കെ. അപ്പോൾ ഡൈക്കോട്ട് ആയിട്ടുള്ള റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മോസ്റ്റ്ലി അങ്ങനെയുള്ള പ്ലാന്റ്സിൽ കാണാൻ പറ്റുക. സോ ഇതും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. സോ ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഐഡന്റിഫൈ പി ആൻഡ് ക്യൂ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ടെൻഡ്രിൽസ്. ടെൻഡ്രിൽസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ലീവ്സ് ആണ് ആക്ച്വലി ആ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ക്ലൈംബേഴ്സിൽ മാറുന്നതെന്ന് നമ്മൾ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ലീവ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ടെൻഡ്രിൽസ് ആയിട്ട് മാറുന്നത്, സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് കോയിൽ അറൗണ്ട് എ സപ്പോർട്ട് ടു ഹെൽപ്പ് എ പ്ലാന്റ് ടു ക്ലൈംബ് അപ് ടു എ സർട്ടൻ ഹൈറ്റ്. അപ്പോൾ ഒരു സർട്ടൻ ഹൈറ്റിലേക്ക് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ടെൻഡ്രിൽ. സോ ആ ടെൻഡ്രിൽ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുക ക്ലൈംബേഴ്സിലാണ് അല്ലേ. സോ ഒരു ക്ലൈംബർ ആയിരിക്കും, ക്ലൈംബേഴ്സിൽ വരുന്ന ഒരു ക്ലൈംബർ ആയിരിക്കും ആക്ച്വലി എന്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ക്ലൈംബറിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ പി എന്ന് പറയുന്നത്. ഇനി ക്യൂ എന്ന് പറയുന്നത് ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് സ്റ്റോർസ് ദ എക്സ്ട്രാ ഫുഡ് പ്രിപ്പയർ ബൈ ദ പ്ലാന്റ് ആൻഡ് മോസ്റ്റ്ലി ഈറ്റൺ ആസ് വെജിറ്റബിൾ. നമ്മൾ മോസ്റ്റ്ലി വെജിറ്റബിൾ ആയിട്ട് ഈറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ലീഫാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ലീഫ് വെജിറ്റബിൾ ആയിട്ട് എടുക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ആ പ്ലാന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ പ്ലാന്റ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഒരു വെജിറ്റബിൾ, എഡിബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ആൻഡ് ഓൾസോ വെജിറ്റബിൾ എന്ന് പറയുന്നത് ലീഫാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഇവിടെ ക്ലൈംബർ ആയിട്ട് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് പിയിൽ വന്നിട്ടുള്ളത്. ഒന്ന് സ്വീറ്റ് പി ആണ്, രണ്ടാമത്തെ വാട്ടർമെലൺ ആണ്. വാട്ടർമെലൺ നമുക്കറിയാം, വാട്ടർമെലൺ ക്രീപ്പർ ആണ് അല്ലേ, ഗ്രൗണ്ടിലൂടെ ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ്. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും റോങ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സ്വീറ്റ് പി ആണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കറക്റ്റാക്കി മനസ്സിലാക്കി. അപ്പോൾ ഓപ്ഷൻ എ ഓപ്ഷൻ സിയും ആണ്. അപ്പോൾ ലെൻറ്റിൽസ് എന്ന് പറയുന്നത് എന്താണ്, ലെൻറ്റിൽസ് എന്ന് പറയുന്നത് നമ്മൾ പൾസസിനെയാണ് ആക്ച്വലി ലെൻറ്റിൽസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ലെൻറ്റിൽസ് എന്ന് വിളിക്കുന്നത്. പീ പ്ലാന്റ്സിനെയൊക്കെയാണ് നമ്മൾ ലെൻറ്റിൽസ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അവർ വെജിറ്റബിൾ ആയിട്ട് നമ്മൾ ലീവ്സിനെയല്ല കാണുന്നത്. അപ്പം ഇതെന്താണ്, റോങ് ആണ്. സോ ലെറ്റ്യൂസ് എന്നാണ് ആക്ച്വലി നമ്മൾ വെജിറ്റബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ലീഫാണ് കേട്ടോ. അതിൻ്റെ ലീഫാണ് ആക്ച്വലി ആ ഒരു ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലീഫിലാണ്. അതാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും എന്താണ്, റോങ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൻ്റെ ബേസിസിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിൻ്റെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വൺ ഈസ് ടാപ്പ് റൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൈബ്രസ് റൂട്ട്. അപ്പോൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ലാർജ് സെൻട്രൽ റൂട്ട് ഉണ്ടാവും. ഒരു ലാർജ് ആയിട്ടുള്ള സെൻട്രൽ റൂട്ട്, ഒരു മെയിൻ ആയിട്ടുള്ള റൂട്ട് ഉണ്ടാവും. അതിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുക. അതിന് ഹൊറിസോണ്ടലി ഒരുപാട് റൂട്ട്സ് എന്ത് ചെയ്യും, അറൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്ററൽ റൂട്ട്സ്. അപ്പം ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന റൂട്ടാണ് ഈ ഒരു റൂട്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള റൂട്ട് ഉണ്ടാവും, അതിൽ നിന്ന് ലാറ്ററലി അറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അറൈസ് ചെയ്യുന്ന റൂട്ട്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്ററൽ റൂട്ട്സ് അറൈസ് ഫ്രം ഈസ്. എക്സാമ്പിൾ നമുക്ക് ക്യാരറ്റ്, മസ്റ്റേർഡ് ഒക്കെ എന്താണ്, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇനി നമുക്ക് ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് ഓഫ് ദി സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ് റൂട്ട്സ് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ആക്ച്വലി നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്ന് വിളിക്കുന്നത്. സോ തിൻ ബ്രാഞ്ച് റൂട്ട് ദാറ്റ് അറൈസ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാസ്, വീറ്റ് ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇതാണ് ടാപ്പ് റൂട്ട് ആൻഡ് ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ഇങ്ങനെയാണ്, ഐഡൻറ്റിഫൈ പ്ലാന്റ്സ് എ ആൻഡ് ബി. ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഓപ്ഷൻ എയും ബിയും ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അതായത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മൾ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കണം. അതിൽ നിന്ന് കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ, അല്ലെങ്കിൽ കറക്റ്റ് ആയുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ദീസ് പ്ലാന്റ്സ്, എ പറഞ്ഞുള്ളത് ദീസ് പ്ലാന്റ് ഹാസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ആ ഒരു പ്ലാന്റിനുള്ളത്. ആൻഡ് ഇറ്റ്സ് ലീവ്സ് ആർ യൂസ്ഡ് ആസ് വെജിറ്റബിൾ. അതിൻ്റെ ലീവ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ടാപ്പ് റൂട്ട് ആണ്. ആൻഡ് നമ്മൾ ലീഫ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ
സംടൈംസ് ഓഫൻലി, എപ്പോഴും അല്ല കേട്ടോ, യൂസ്ഡ് ഓഫൻലി ആസ് വെജിറ്റബിൾ, നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് പ്ലാന്റ് ഹാസ് എ ഫൈബറസ് റൂട്ട് സിസ്റ്റം. രണ്ടാമത്തെ പ്ലാന്റ് ബി എന്ന് പറയുന്നത് ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ് സ്റ്റെം ഈസ് യൂസ് ടു മേക്ക് ഫർണിച്ചേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ ബിയിലുള്ള ആ പ്ലാന്റിന് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫൈബറസ് റൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ആൾ ടാപ്പ് റൂട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക സ്പിനാച്ച്, റാഡിഷ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതിൻ്റെ ലീവ്സിൽ ഏതിൻ്റെ ലീഫിനാണ് നമ്മൾ കോമൺലി ഓഫൻലി നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് ഏതാണെന്ന് നമ്മൾ നോക്കാം. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പിനാച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ലീഫാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതിന് ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, അതിൻ്റെ ലീഫാണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സ്പിനാച്ചിൻ്റെ ലീവ്സാണ് ആക്ച്വലി നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റാഡിഷിൻ്റെത് നമ്മൾ യൂസ് ചെയ്യാറില്ല, അപ്പോൾ അത് റോങ് ആണ്, ഓപ്ഷൻ ബി ആണ്. ക്യാരറ്റിൻ്റെ ലീവ്സ് നമ്മൾ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പക്ഷേ ഓഫൻലി നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അപ്പം ഇതും ശരിയാണ്. ബീട്രൂട്ടിൻ്റെ ലീഫ് നമ്മൾ യൂസ് ചെയ്യാറില്ല, സോ ഓപ്ഷൻ ഡി റോങ് ആണ്. ഓഫൻലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ക്യാരറ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ ആണ് അവിടെ വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്ലാന്റിൻ്റെ ഒരു ക്യാരക്ടർ അറിയാം, ദാറ്റ് ഈസ് ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഫർണിച്ചേഴ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെംസ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നത്. സോ പൈൻ മരത്തിൽ ആക്ച്വലി ഫൈബറസ് റൂട്ട് സിസ്റ്റം അല്ല, അവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇത് റോങ് ആണ്. സോ ദാറ്റ്സ് വൈ നമുക്ക് ഓപ്ഷൻ സി ആണ് കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് വരുന്നത്. ബാംബൂവിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ല, നമുക്ക് ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ് കാണാൻ പറ്റുക. ആൻഡ് ഓൾസോ ബാംബൂ നമ്മുടെ ഫർണിച്ചർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അതാണ് നമ്മൾ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാന്റ് സ്റ്റോഴ്സ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഫുഡ് ഇൻ ആൻഡ് എൻലാർജ് അണ്ടർഗ്രൗണ്ട് റൂട്ട്. എൻലാർജ് ആയുള്ള അണ്ടർഗ്രൗണ്ട് റൂട്ടിലാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എമൗണ്ട് ഓഫ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് വിച്ച് പ്ലാന്റ് ബേസ് റെപ്രസെൻറ്റ് ദിസ് ഫീച്ചർ, ഏത് പ്ലാന്റ് ആണ് അവരുടെ റൂട്ടിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈസിലി നമുക്ക് ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. കാരണം ക്യാരറ്റ്, ഗ്രാസ്, വീറ്റ്, മസ്റ്റേർഡ് ആണ്. അപ്പം എവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ നോക്കണം അല്ലേ. മസ്റ്റേർഡിലാണെങ്കിൽ മസ്റ്റേർഡ് സീഡ്സിലാണ് ആക്ച്വലി അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് അതിൻ്റെ ഫ്രൂട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സീഡിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. വീറ്റിലാണെങ്കിലും അതിൻ്റെ സീഡിലാണ്, ആൻഡ് ഗ്രാസിലാണെങ്കിലും ഗ്രാസിൻ്റെ സീഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതൊക്കെ എന്താണ്, റോങ് ആണ്. സോ എവിടെയാണ് അതിൻ്റെ എൻലാർജ്ഡ് അണ്ടർഗ്രൗണ്ട് റൂട്ട്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ബിക്കോസ് ഇറ്റ്സ് റൂട്ട് സ്റ്റോർ റിസർവ് ഫുഡ് എന്നാണ് പറയുന്നത്. സോ അവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, മോണോകോട്ട് സീഡ്സ് ആൻഡ് ഡൈക്കോട്ട് സീഡ്സ്. അപ്പോൾ മോണോകോട്ടിലേഡ് എന്ന് പറയുന്നത് കോണ്, മെയ്സ് ആൻഡ് ഗ്രാസസ് ഒക്കെയാണ് മോണോകോട്ട് സീഡ്സിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ എന്താണ് മോണോകോട്ട്സ് എന്ന് പറയുന്നത് അല്ലേ, സീഡ്സ് വിത്ത് സിംഗിൾ കോട്ടിലേഡ്. അത് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് മോണോകോട്ടിലിഡൻസ്. ആൻഡ് ടിപ്പിക്കലി ഹാവിങ് പാരലൽ വീനേഷൻ. അവരുടെ ലീഫിലെ വെയിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, പാരലലി ആയിരിക്കും കാണാൻ പറ്റുക. അതാണ് പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഓഫൻലി അല്ലെങ്കിൽ മോസ്റ്റ്ലി അവർക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സിന് ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ്. അപ്പോൾ നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ മേജർ ആയിട്ടുള്ള തിങ് മനസ്സിലാക്കണം. മോണോകോട്ട് പ്ലാന്റ്സിന് എന്താണ്, പാരലൽ വീനേഷനും ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ് കാണാം. ഇനി ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ 2 കോട്ടിലിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സീഡ് വിത്ത് 2 കോട്ടിലിഡൻസ് യൂഷ്വലി ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. വെബ് ലൈക്ക് പാറ്റേൺസ് ആണ് ലീഫിൽ കാണാൻ പറ്റുക. ആൻഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് അവർക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് ഒരു എക്സെപ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം ഇവിടെ മോസ്റ്റ്ലി ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. സയൻസിൻ്റെ കേസിൽ എല്ലാം മോസ്റ്റ്ലി ആണ് പറയുക. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ മേജർ ആയുള്ള തിങ് ആണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആൻഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ ഫൈബറസ് റൂട്ട് സിസ്റ്റം ആൻഡ് പാരലൽ വീനേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ആനിമൽസിനെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ആനിമൽസിനെ ഫ്ലൈ ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്, ആൻഡ് റണ്ണിങ് വാക്കിങ് കാണിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. ക്രോളിങ് ചെയ്യുന്ന ആനിമൽസ് ഉണ്ട് അല്ലേ, ക്രോളിങ് ചെയ്തു പോകുന്ന ആനിമൽസ് ഉണ്ട്. ആൻഡ് ഹോപ്പിംഗ്, ജമ്പിങ് ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്. സോ ഇതിൻ്റെ ബേസിസിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഇത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഹാബിറ്റാറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹാബിറ്റാറ്റ്? ഒരു ലിവിങ് ബീയിങ് റിസൈഡ് ചെയ്യുന്ന അതിൻ്റെ ഏരിയനാണ് വി കോൾ ഇറ്റ് എസ് ഹാബിറ്റാറ്റ്. ആൻഡ് ആ ഒരു ഏരിയയിൽ അത് ലിവ് ചെയ്യാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സർട്ടൺ ആയിട്ടുള്ള ചേഞ്ചസ് വരും. അതിനെയാണ് വി കോൾ ഇറ്റ് എസ് അഡാപ്റ്റേഷൻ. അപ്പോൾ എന്താണ്
ഹാബിറ്റാറ്റ് എന്താണ് അഡാപ്റ്റേഷൻ നമുക്ക് നോക്കാം. ദ നാച്ചുറൽ ഹോം ഓഫ് എ ലിവിങ് ഓർഗാനിസം ഈസ് കോൾഡ് ആസ് എ ഹാബിറ്റാറ്റ്. എക്സാമ്പിൾ ഫോറസ്റ്റ്, ഡെസേർട്ട്, ഓഷ്യൻ ഒക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിവിങ് ബീങ്സ് റിസൈഡ് ചെയ്യുന്ന അവരുടെ ആ ഒരു ഏരിയ ആണ് അല്ലേ, ഹോം ഓഫ് ലിവിങ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഹോം ഓഫ് ലിവിങ്ങിനെയാണ് വി കോൾ ഇറ്റ് ഹാബിറ്റാറ്റ് എന്ന് വിളിക്കും. അഡാപ്റ്റേഷൻസ് ആർ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓർ ബിഹേവിയേഴ്സ് ദാറ്റ് ഹെൽപ്സ് ദ ഓർഗാനിസംസ് ടു സർവൈവ് ഇൻ ദെയർ എൻവയോൺമെൻറ്റ്. അവരുടെ എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന സേർട്ടൺ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് വി കോൾ ഇറ്റ് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കും. ഓർഗാനിസം ഹാവ് ഡിഫറെൻറ്റ് അഡാപ്റ്റേഷൻ ഫോർ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ് ഫോർ ഗെറ്റിംഗ് ഫുഡ് ആൻഡ് സ്റ്റേയിങ് സേഫായിട്ട് സ്റ്റേ ചെയ്യാനും ആൻഡ് ഓൾസോ ഫുഡ് ഗെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സേർട്ടൺ ആയിട്ടുള്ള ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, പല ഓർഗാനിസംസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് വി കോൾ ഇറ്റ് അഡാപ്റ്റേഷൻസ്. ഇനി ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് എന്ത് ചെയ്യും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നാച്ചുറൽ ലിവിങ് ആയിട്ടുള്ള ഹോംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണ്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ആണ്, കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ബൈ ലാൻഡ്. അപ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ് ഓൺ ആൻഡ് അതർ ലിവിങ് ബീങ്സ് ദാറ്റ് ലിവ്സ് ഓൺ ലാൻഡ്, ലാൻഡിൽ ലിവ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ ഹാബിറ്റാറ്റ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണെന്ന് പറയും. ഫോറസ്റ്റ്, ഡെസേർട്ട്, മൗണ്ടെയിൻസ് ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയും. ഇനി വാട്ടറിൽ ലിവ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം ലിവിങ് ഇൻ ദ വാട്ടർ. എക്സാമ്പിൾസ് ലിവേഴ്സ്, ലേക്സ് ആൻഡ് ഓഷ്യൻസ്. റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ് ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയും. ആംഫീബിയൻസ് ലൈക്ക് ഫ്രോഗ്സ് ക്യാൻ ലിവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ദേ കണക്ട് ബോത്ത് ഹാബിറ്റാറ്റ്സ് ടൈപ്സ്. അതായത് നമ്മുടെ സർട്ടൺ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ആംഫീബിയൻസ്, നമ്മൾ റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ ആംഫീബിയൻസ് എന്താണ്, അവർക്ക് ലാൻഡിൽ ലിവ് ചെയ്യാൻ പറ്റും, വാട്ടറിൽ ലിവ് ചെയ്യാൻ പറ്റും. അവർ രണ്ടുപേരും നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പറയാറുള്ളത്. ലാൻഡും വാട്ടറിൽ ലിവ് ചെയ്യുന്നുണ്ട്. അപ്പം കണക്ട് ബോത്ത് ദ ഹാബിറ്റാറ്റ് ടൈപ്സ്. അതിൻ്റെ രണ്ട് ഹാബിറ്റാറ്റിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, ലിവ് ചെയ്യാൻ പറ്റും. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ആനിമൽ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ സെറ്റ്. അപ്പം ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആണ് ഈ ഒരു സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് വെൻ ഡയഗ്രാം ആണ് കേട്ടോ. ഇത് ആനിമൽ ലിവ്സ് ഓൺ വാട്ടർ ആണ്, ലിവ് ഇൻ വാട്ടർ ആണ് ആക്ച്വലി എന്ത് ആ രണ്ട് സർക്കിൾ. ഈ ഒരു സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ആനിമൽ ദാറ്റ് ലിവ് ഓൺ ലാൻഡിൽ ലിവ് ചെയ്യുന്ന ആനിമലാണ്. ആൻഡ് ഈ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ആനിമൽ ലിവ് ഇൻ വാട്ടർ ആണ്. അപ്പോൾ ഇതിൽ രണ്ട് പേരിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ആ ഒരു ആളായിരിക്കും സെഡിൽ കേട്ടോ. സെഡ് ആക്ച്വലി എന്തായിരിക്കും, ഒരു ആംഫീബിയൻ ആയിരിക്കും. ഓക്കെ, സെഡ് ഒരു ആംഫീബിയൻ ആയിരിക്കും. അപ്പോൾ ആംഫീബിയൻസിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഉണ്ട്, ബേർഡ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ടൈഗർ ഉണ്ട്. ഇത് ഏതിലാണ് ഈസിലി നമുക്ക് പറയാൻ പറ്റും, ഫ്രോഗ് ആയിരിക്കും. ഫ്രോഗ് ക്യാൻ ലീവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഇൻ ലാൻഡ്. നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. സോ അത് ആംഫീബിയൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ആംഫീബിയൻസ് ആർ ദ ആനിമൽസ് ദാറ്റ് ക്യാൻ ലീവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. സോ ആംഫീബിയൻ്റെ എക്സാമ്പിൾ ആണ് നമ്മളെ ഫ്രോഗ് എന്ന് പറയുന്നത്. ആൻഡ് ബേർഡ് എന്താണ്, എയറിലാണ് അല്ലേ, നമ്മൾ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിനാണ് നമുക്ക് കാണാൻ പറ്റുക. ഷാർക്ക് അക്വാട്ടിക് ആണ്, ഇത് ടെറസ്ട്രിയൽ ആണ്. ആൻഡ് ടൈഗറും ടെറസ്ട്രിയൽ ആണ്. ഫോറസ്റ്റിലൊക്കെയാണ് നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റുക. സോ ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് കാണിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഡെസേർട്ടിൽ കാണുന്ന സം അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡെസേർട്ട് പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് ഹാവ് തിക്ക് ആൻഡ് ഫ്ലഷി സ്റ്റെം. അവരുടെ സ്റ്റെം എന്താണ്, തിക്കാണ്, അതുപോലെ തന്നെ ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെം ആണ്. ടു സ്റ്റോർ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ഹോട്ട് ഡേയ്സ് ആൻഡ് കോൾഡ് നൈറ്റ്സ് ഇൻ ഡ്രൈ ഏരിയയിലാണ് അവർ ലീവ് ചെയ്യുന്നത്. സോ ഹോട്ട് ആയിട്ടുള്ള ഡേയ്സും അതുപോലെ തന്നെ കോൾഡ് ആയിട്ടുള്ള നൈറ്റ്സിനും അവർക്ക് ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു തിക്കായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെംസ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഡെസേർട്ട് അനിമൽസ് പറയുന്നത് നമ്മൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ക്യാമൽസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ഹാവ് ലോങ് ലെഗ്സ്. അതായത് അവർ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ലോങ് ലെഗ്സ് ഉണ്ട്. വൈഡർ ആയിട്ടുള്ള ഹൂപ്സ് ഉണ്ട്, അവിടെ വൈഡർ ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ട്. ആൻഡ് വൺ ഹംപ് ടു സ്റ്റോർ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഹംപ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് വെരി ലിറ്റിൽ സ്വെറ്റിംഗ്, അവർ സ്വെറ്റിംഗ് കുറവായിരിക്കും. ആൻഡ് വിച്ച് ഹെൽപ്പ് ദം ടു വാക്ക് ഓൺ സാൻഡ് ആൻഡ് സർവൈവ് വിതൗട്ട് വാട്ടർ ഫോർ എ ലോങ് ടൈമിൽ വാട്ടർ ഇല്ലാതെ അവർക്ക് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ടും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഹംപ് എന്ത് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്വെറ്റിംഗ് ഒക്കെ എന്താണ് അവർക്ക് കുറവാണ്. അപ്പോൾ കാക്ടസിൻ്റെയും അതുപോലെ തന്നെ ക്യാമൽസിൻ്റെയും ഡെസേർട്ട് അഡാപ്റ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് തന്നിട്ടുള്ളത്. എ പ്ലാന്റ് സർവൈവ്സ് ഇൻ ഹോട്ട് ഡ്രൈ റീജിയൻ ബൈ സ്റ്റോറിങ് വാട്ടർ ഇൻ എ തിക്ക് ആൻഡ് ഫ്ലഷി സ്റ്റെം. ഒരു തിക്ക് ആൻഡ് ഫ്ലഷി സ്റ്റെമ്മ് ഡ്രൈ റീജിയനിൽ ലിവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഹോട്ടർ ആയിട്ടുള്ള ഡ്രൈ റീജിയനിലാണ് അവർ പ്ലാന്റ് ലിവ് ചെയ്യുന്നത്. ഡെസേർട്ട് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ലിവ് ചെയ്യുന്നത് പറഞ്ഞു. ആൻഡ്
കറക്റ്റ്ലി ഏത് അഡാപ്റ്റേഷൻ ആണ്, വിച്ച് ഹാബിറ്റാറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ ആർ കറക്റ്റ്ലി റിലേറ്റഡ്, ഏതാണ് കറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആൻഡ് ഏതാണ് അവരുടെ ആ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ളതും കൂടി എന്ത് ചെയ്യാൻ നമ്മൾ നോക്കാം. ഹാബിറ്റാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെസേർട്ട് ഹാബിറ്റാറ്റ് ആണ് ആൻഡ് വാട്ടർ സ്റ്റോറിങ് സ്റ്റെം ആണ് നമുക്ക് ആ ഒരു പ്ലാന്റ്സിൽ കാണാൻ പറ്റുക. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ കാക്ടസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. കാക്ടസ് ആ ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിൾ ആണ്. മൗണ്ടൈൻ അല്ല, ഓഷ്യൻ അല്ല, ഫോറസ്റ്റ് അല്ല, അതൊന്നും ഡ്രൈ റീജിയൻ അല്ല. ആൻഡ് ഓഷ്യൻ ഈസ് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ബൈ വാട്ടർ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വാട്ടർ ആണ് നമുക്കറിയാം. ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയുള്ള ഹാബിറ്റാറ്റ്സിന് നമുക്ക് മൗണ്ടൈൻ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൗണ്ടൈൻ റീജിയൻസ് പറഞ്ഞാൽ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ആണ്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ മൗണ്ടൈൻ പ്ലാന്റ്സ് ലൈക്ക് ഡിയോഡർ ട്രീ, ദേവദാരു മരം എന്നൊക്കെ പറയും കേട്ടോ. ഡിയോഡർ ട്രീ ഹാസ് കോണിക്കൽ ഷേപ്പ്, അതിന് കോണിക്കൽ ഷേപ്പ് ഉണ്ട്. ഈ ഒരു കോണിക്കൽ ഷേപ്പ് അതുപോലെ തന്നെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അവരുടെ ബ്രാഞ്ചസ് സ്ലോപ്പിംഗ് ആയിരിക്കും. എന്തിനാണ്? ഫോർ സ്നോ ടു സ്ലൈഡ് ഓഫ് ഈസിലി ആൻഡ് ദസ് സർവൈവ് സ്നോഫോൾ. സ്നോഫോൾ വരുന്ന സമയത്ത് സ്നോ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് നമുക്ക് ആ ഒരു സ്ലൈഡിങ് ആയുള്ള അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ആയുള്ള ബ്രാഞ്ചസ് കാണാൻ പറ്റുക. ഇതെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു ലീഫിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പ് ചെയ്താൽ സ്നോഫോളിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതിനാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അത് ഡിയോഡർ ട്രീ ആണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി മൗണ്ടൈൻ അനിമൽസ് ലൈക്ക് camel seen in the mountains have shorter legs, 2 humps and long hair. അവർക്ക് എന്താണ്, 2 ഹംസ് ഉണ്ട്, 2 ഹമ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആൻഡ് ലോങ് ആയിട്ടുള്ള ഹെയറുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ടു റീറ്റെയിൻ ദെയർ ഹീറ്റ്, ബോഡി ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൾഡർ ആയിട്ടുള്ള റീജിയൻ ആണ് മൗണ്ടൈൻ റീജിയൻസ്. അപ്പോൾ മൗണ്ടൈൻ റീജിയൻസ് കോൾനെസ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ആ ഒരു ക്യാമൽസിനെ നമുക്ക് കാണാൻ പറ്റുക. അപ്പം ആനിമൽസ് അവിടെയും ഇതിൻ്റെ നമുക്ക് ക്യാമൽസ് ഉണ്ട്. അപ്പം മൗണ്ടൈൻ റീജിയൻസിലുള്ളതിന് ഷോർട്ടർ ലെഗ്സ് ആയിരിക്കും, അപ്പോൾ ലാൻഡിൽ നിന്ന് തൊട്ടടുത്തായിരിക്കും, ഹീറ്റ് മാക്സിമം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ലോങ് ഹെയർ ആയിരിക്കും, 2 ഹംസ് കാണാൻ പറ്റും. ടു ബോഡി ടു സർവൈവ് കോൾ വെതർ ആൻഡ് ലെസ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഫുഡിൻ്റെ ലെസ് അവൈലബിലിറ്റി ആയിരിക്കും. അതിന് അവർക്ക് എന്ത് ചെയ്യണം, അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡാപ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഓഷ്യൻസിൽ കാണാൻ പറ്റുന്ന അഡാപ്റ്റേഷൻ എന്താണ്? ഓഷ്യൻസിൽ നമുക്ക് മേജർലി കാണാൻ പറ്റുക അക്വാറ്റിക് പ്ലാന്റ്സും അതുപോലെ തന്നെ അക്വാറ്റിക് ആനിമൽസ് ലൈക്ക് ഫിഷസ് ഒക്കെ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓർ വെയിൽസ്, ഷാർക്സ്, ഡോൾഫിൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് മറൈൻ പ്ലാന്റ്സ്, അതായത് സീഡ് ഓഷ്യൻസിൽ കാണുന്ന പ്ലാന്റ്സിനെയാണ് മറൈൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ അക്വാറ്റിക് പ്ലാന്റ്സ് വിളിക്കുക. എക്സാമ്പിളാണ് സീ വീഡ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. സീ വീഡ്സ് അതിൻ്റെ എക്സാമ്പിളാണ്. ദേ thrive underwater adapted to aquatic habitat. അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ അണ്ടർ വാട്ടറിന് അഡാപ്റ്റഡ് ആണ് ഇവർ. അണ്ടർ വാട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലീവ് ചെയ്യാൻ പറ്റും, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്, സം പ്ലാന്റ്സ് കീമോസിന്തസിസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. സം ബാക്ടീരിയകൾക്കും അത് അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഫിഷസ് ഹാവ് സ്ട്രീം ലൈൻ ബോഡി ആൻഡ് ഫിൻസ് ഫോർ സ്വിമ്മിങ് ത്രൂ വാട്ടർ. വാട്ടറിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫിൻസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, അക്വാറ്റിക് ആനിമൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ഫിഷസിന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെയർ ബോഡി സ്ട്രീം ലൈൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ബോഡി റെസിസ്റ്റൻസ്, അത് വാട്ടറിലൂടെ മൂവ് ചെയ്യുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും, ആ ഒരു ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി ഈ ഒരു ഷേപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിനെയാണ് സ്ട്രീം ലൈനിങ് എന്ന് വിളിക്കുക. സോ സ്ട്രീം ലൈൻഡ് ബോഡി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക, ഫിഷസിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിയൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുക, നമ്മൾ സ്വിം ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രീം ലൈനിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേ ബി. അപ്പം സ്ട്രീം ലൈനിങ് സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ മേ ബി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വാട്ടറിൽ റെസിസ്റ്റൻസ് ഇല്ലാണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിംപ്ലി മേക്ക് ചെയ്യുന്ന ആ ഒരു ഷേപ്പിനെയാണ് സ്ട്രീം ലൈനിങ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം, എ ഫിഷ് ഹാസ് സ്ട്രീം ലൈൻ ബോഡി ആൻഡ് ഫിൻസ്. ഒരു ഫിഷിന് സ്ട്രീം ലൈൻ ബോഡിയും ഫിൻസും ഉണ്ട്. എന്തുകൊണ്ടാണ്? വിച്ച് എക്സ്പ്ലനേഷൻ ബെസ്റ്റ് കണക്ട്സ് ദീസ് ഫീച്ചേഴ്സ് ആൻഡ് വിത്ത് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. അതിൻ്റെ ഹാബിറ്റാറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേ ഹെൽപ്പ് ദ ഫിഷ് കൺസേർവ് ഹീറ്റ് ഡ്യൂറിങ് സ്നോഫോൾ നടക്കുന്ന സമയത്ത് ഹീറ്റിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷിന് എന്ന് പറയുന്നത്. അവർ സ്നോഫോളൊക്കെ വരുന്ന ലാൻഡിലാണോ അവർ ലിവ് ചെയ്യുന്നത്? അല്ല. ഇനി ദേ ഹെൽപ്സ് ഇൻ ദ ഫിഷ് സ്റ്റോർ വാട്ടർ ഡ്യൂറിങ് ഡ്രൈ പീരീഡ്സ് ആണോ? അതുമല്ല. അത് ഡെസേർട്ട് കണ്ടീഷനിലാണോ ഫിഷ് ഉള്ളത്? അല്ല, അത് റോങ് ആണ്. ദേ ഹെൽപ്സ് ദ ഫിഷ് മൂവ് എഫിഷ്യൻലി ത്രൂ ദ വാട്ടർ. കറക്റ്റ് ആണ് അല്ലേ? എഫിഷ്യൻലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൻസും അതുപോലെ തന്നെ ആ സ്ട്രീം ലൈൻ ബോഡി അവർക്കുള്ളത്. അപ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ദേ ഹെൽപ്സ് ദ ഫിഷ് ക്ലൈംബ് അപ്വേർഡ്സ് യൂസിങ് എക്സ്റ്റേണൽ സപ്പോർട്ട് എന്ന് പറയുന്നതും റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇനി ഫോറസ്റ്റിൽ കാണുന്ന സർട്ടൻ ആയിട്ടുള്ള ആനിമൽസിലും പ്ലാന്റ്സിലും ഉണ്ടാകുന്ന സം ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇൻ ഫോറസ്റ്റ് ദ ട്രീസ് ഗ്രോ ടോൾ. ഫോറസ്റ്റിൽ നമുക്ക് ടോളർ ആയിട്ടുള്ള ട്രീസിനെയാണ് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഫുഡ് ടു മെനി ആനിമൽസ്. ഒരുപാട് ആനിമൽസിന് ഷെൽട്ടർ, അതായത് ഒരു ഹോമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് ചില ട്രീസ്. ആൻഡ് ഓൾസോ ഫുഡായിട്ടും ചില ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ആൻഡ് ദ ഫോറസ്റ്റ് ആനിമൽസ് ലൈക്ക് ലയൺസ് ലീവ് ആൻഡ് ഹണ്ട് ഇൻ ഡെൻസ് ഫോറസ്റ്റ് കണ്ടീഷൻ. ഡെൻസ് ഫോറസ്റ്റ് കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്, ലയൺസ് ഒക്കെ എന്ത് ചെയ്യുക, ഹണ്ട് ചെയ്യുക.
ലിവ് ചെയ്യുക. ഹണ്ട് ചെയ്യൊക്കെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റീജിയൻസിലാണ് കാണാൻ പറ്റുക. ബട്ട് ആക്ച്വലി അത് എന്താണ് പ്രോപ്പർലി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ലയൺസ് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുക മേജർലി ഗ്രാസ് ലാൻഡ്സിലാണ്. ബിക്കോസ് ഗ്രാസ് ലാൻഡ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഗ്രീൻ ആയിട്ടുള്ള, അതായത് ഗ്രാസസ് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഏരിയയിലാണ്, ലാൻഡിനെയാണ് നമ്മൾ ഗ്രാസ് ലാൻഡ്സ് വിളിക്കുക. ഈ ഗ്രാസ് ലാൻഡ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡീർസിനെ നമുക്ക് കാണാൻ പറ്റുക, മാനുകളെ കാണാൻ പറ്റുക. മാനുകളാണ് ആക്ച്വലി എന്ത് ലയൺസിൻ്റെ ഫുഡ്. അപ്പോൾ മേജർലി ഡെൻസ് ഫോറസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് ലയൺസിനെ കാണാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഗ്രാസ് ലാൻഡ്സിലാണ്. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പം അതും കൂടി എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഫുഡ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതാ നമ്മൾ പറഞ്ഞു ഡിയറിനെ ആണ് എന്ത് ചെയ്യുന്നത്, ലയൺ ഈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് പോകുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്, ആനിമൽസിനെ കഴിക്കുന്നുണ്ട്, ഇതൊരു ചെയിനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതൊരു ഇൻ്റർ കണക്റ്റഡ് ചെയിനായിട്ട് മാറ്റാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതൊരു ഡയറക്റ്റ് ചെയിനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ഫുഡ് ഈറ്റൺ ബൈ അടുത്തൊരു ഓർഗാനിസം, അങ്ങനെ നമുക്കൊരു ചെയിനായിട്ട് പോകാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫുഡ് ചെയിൻ. അപ്പോൾ ലിവിങ് ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ ഫുഡ് ആൻഡ് എനർജി. ദർ ഇൻ്റർ കണക്റ്റഡ്നെസ് ആൻഡ് ഷോൺ യൂസിങ് ഫുഡ് ചെയിൻ. അവിടെ ഇൻ്റർ കണക്റ്റഡ്സ്, അതായത് ഫുഡിന് വേണ്ടി നമ്മൾ ഏതൊക്കെ ഓർഗാനിസത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഫുഡ് ചെയിൻ ഷോസ് ദ എനർജി ഫ്ലോ ഫ്രം വൺ ലിവിങ് തിങ്സ് ടു അനദർ. അടുത്ത ഒരു ലിവിങ് ബീയിങ്ങിലേക്ക് എനർജി ഫ്ലോനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുഡ് ചെയിനിലൂടെ കാണാൻ പറ്റും. ആൻഡ് ഈ സ്റ്റെപ്സ് ഓർ ദ സ്റ്റേജസ് ഇൻ ദ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. അതിൻ്റെ ഓരോ ലെവലിനെയാണ് നമ്മൾ വിളിക്കുന്നത് ട്രോഫിക് ലെവൽ. അപ്പം ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഗാനിസം ആണ്. അത് മോസ്റ്റ്ലി നമുക്ക് ഫസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് നമുക്ക് ആക്ച്വലി എനർജി ആയിട്ട് വരുന്നത്. ആ എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് മേക്ക് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവലായിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ട്രോഫിക് ലെവലായിട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട്, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ ആൻഡ് ഫോർത്ത് ട്രോഫിക് ലെവൽ. അങ്ങനെ നമുക്ക് ഓരോ ട്രോഫിക് ലെവലായിട്ട് മാറ്റാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് വരുന്ന ആളെ നമ്മൾ പ്രൊഡ്യൂസർ എന്നാണ് വിളിക്കുക. സണ്ണിൽ നിന്ന് ഡയറക്റ്റ് എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് മേക്ക് ചെയ്യുന്ന ആളാണ് പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ് ആണ് മേജർലി നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുക. ദെൻ അതിനെ കഴിക്കുന്ന ആളുകളെ, ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ആളെ നമ്മൾ ഈറ്റൻ ചെയ്യുന്ന ആളെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കും. മോസ്റ്റ്ലി അത് ഹെർബിവോറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാന്റ് ഈറ്റിംഗ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും, ഡീസൊക്കെ ആയിരിക്കും അതിൽ എക്സാമ്പിൾ ആയിട്ട് വരാം. ഇനി സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്നത് അതിനെ ഈറ്റ് ചെയ്യുന്ന, പ്രൈമറി കൺസ്യൂമറിനെ ഈറ്റ് ചെയ്യുന്ന ആനിമൽസ് ആണ് സെക്കൻഡറി കൺസ്യൂമർ വരാം. ആൻഡ് ടെറിഷറി കൺസ്യൂമർ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇവിടെയോ ആയിരിക്കും നമ്മൾ ഫുഡ് ചെയിനിൽ വരാം കേട്ടോ. അപ്പം കൂടി നിങ്ങൾ നോക്കാം. അപ്പം ഇതാണ് ഫുഡ് ചെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് ആർ ഓൾവേസ് അറ്റ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ആയിരിക്കും എപ്പോഴും ഫുഡ് ചെയിനിലെ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അത് ഓൾവേസ് ട്രൂ അല്ല, ബട്ട് മോസ്റ്റ്ലി മോസ്റ്റ്ലി ഇറ്റ് ഈസ് ട്രൂ. പ്ലാന്റ്സ് ആണ് മേജർലി ഫസ്റ്റ് വരാം. പക്ഷെ ഫോട്ടോട്രോഫിക് ആയിട്ടുള്ള ഒരുപാട് ആൽഗീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. സോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് ഫോട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ ഫസ്റ്റ് ലെവലിൽ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ഉണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ദീസ് ആർ ആൽഗീസ് ആണ്. ആൽഗീസ് ആക്ച്വലി പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് ആക്ച്വലി സീയിലൊക്കെ ഓഷ്യനിലൊക്കെ ഫസ്റ്റായിട്ട് പ്രൈമറി പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പ്ലാന്റ്സ് ആയിരിക്കും ഓൾവേസ് അറ്റ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. മോസ്റ്റ്ലി കറക്റ്റാണ്, പക്ഷേ ഇത് ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി പ്ലാന്റ്സ് ഗെറ്റ് ദെയർ ന്യൂട്രീഷൻ ഫ്രം അതർ ഓർഗാനിസം എന്ന് പറയുന്നത് അതും റോങ് ആണ്. അവർക്ക് അതർ ഓർഗാനിസത്തിൽ നിന്നല്ല കിട്ടുന്നത്. സോ റോങ് ആണ്. സോ നമുക്ക് നോക്കാം, ഇവിടെ രണ്ട് ഓപ്ഷൻസും ഫോൾസ് ആണ്. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ എവിടെ എന്ത് ചെയ്യുന്നില്ല, രണ്ട് ഓപ്ഷൻസും ഫോൾസ് ആണെന്നുള്ള ഒരു ഓപ്ഷനും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺസിഡർ ചെയ്യാം, ഇതിനെ ട്രൂ ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. സോ നമുക്ക് ഈസിലി ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി പ്ലാന്റ്സ് മാത്രമല്ല, അവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ ഫോട്ടോട്രോഫിക് ആയിട്ടുള്ള ആൽഗീസ് മൈക്രോബ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഇതാണ് നമ്മുടെ ഫുഡ് ചെയിൻ വരുന്നത്. വിച്ച് ഓർഗാനിസം ഒക്യുപ്പൈ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ, അതായത് രണ്ടാമതായി വരുന്ന ആളാണ് സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു ഫുഡ് ചെയിനിൽ രണ്ടാമതായി വരുന്ന ആളാണ് സെക്കൻഡ് ട്രോഫിക് ലെവൽ. ഫസ്റ്റ് ആൾ നമ്മൾ ഫസ്റ്റ് ട്രോഫിക് ലെവൽ നമ്മൾ വിളിക്കുക. സോ ഗ്രാസ് ഹോപ്പർ ആണ് സെക്കൻഡ് ട്രോഫിക് ലെവൽ. ഈസി ക്വസ്റ്റ്യൻ ആണ്.
ഇനി ഫുഡ് വെബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ആനിമൽസിനെ ഈറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ഒരു ഫുഡ് ചെയിൻ എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ. ഓരോ ഫുഡ് ചെയിനും എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ നോക്കാം, ഡീറിനെ ആര് കഴിക്കുന്നുണ്ട്? ടൈഗർ കഴിക്കുന്നുണ്ട്, ഹൈനാസ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലയൺസ് കഴിക്കുന്നുണ്ട്, ലെപ്പേർഡ്സ് കഴിക്കുന്നുണ്ട്, ചീറ്റാസ് കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഫുഡല്ലേ, കോമൺ ആയിട്ടുള്ള ഒരു ഫുഡല്ലേ കഴിക്കുന്നത്, ഡിഎസിനാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ ഫുഡ് ചെയിനും എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഒരു മോസ്റ്റ്ലി നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഫുഡ് വെബ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് മെനി ഫുഡ് ചെയിൻസ് ഷോയിങ് ഹൗ ആനിമൽസ് ആർ ഇൻ്റർ കണക്റ്റഡ്. ഓരോ ആനിമൽസും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് കാണിക്കുന്ന ഒരു പ്രാക്ടിക്കലി നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ് ആക്ച്വലി ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് വെബ് ഈസ് മോർ റിയലിസ്റ്റിക് ദാൻ എ സിംഗിൾ ഫുഡ് ചെയിൻ. ഒരു സിംഗിൾ ഫുഡ് ചെയിൻ നമ്മൾ നോക്കുന്നതിനേക്കാളും റിയലിസ്റ്റിക് ആണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ ഫുഡ് വെബ് ആണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അഡീഷണലി കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ പാരസൈറ്റ് എന്ന് പറയുന്നത് വേറൊരു ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ പുറത്ത്, either ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് ലിവ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് വി കോൾ ഇറ്റ് എസ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ആർ ദ ഓർഗാനിസം, അതായത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മുടെ ഹെഡ്ലൈസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഡോഗ്സിൽ കാണുന്ന ടിക്സ് ഒക്കെ ഇത് എക്സാമ്പിളാണ്, പാരസൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വയറിനകത്ത് വരുന്ന അമീബ, ഇതൊക്കെ എന്താണ്, എക്സാമ്പിളാണ്. അമീബയാസിസ് എന്നൊക്കെ പറയുന്ന ഡിസീസ് അമീബയാണ് കോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എൻഡോ പാരസൈറ്റ്, ഉള്ളിലുള്ള പാരസൈറ്റ് ഉണ്ട്, എക്ടോ പാരസൈറ്റ്, പുറത്തുള്ള പാരസൈറ്റുകളും ഉണ്ട്. അപ്പോൾ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുക, അതിന് ഫുഡിനും ന്യൂട്രീഷനും വേണ്ടി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് വി കോൾ ഇറ്റ് എസ് പാരസൈറ്റ്സ് എന്ന് വിളിക്കാം. മേജർലി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യില്ല, പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസും ഉണ്ട്. ലോറാന്തസ്, അതുപോലെ തന്നെ കസ്ക്യൂട്ട പോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സർട്ടൺ പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒംനിവോർ, പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഒംനിവോർ എന്ന് വിളിക്കുക. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ മാത്രം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെർബ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നതിന് നമ്മൾ ഹെർബിവോർസ് എന്ന് വിളിക്കും. ഇനി കാർണിവോർ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ മാത്രം മീറ്റ് ചെയ്യുന്ന ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോർസ് എന്ന് വിളിക്കുക. സ്കാവഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, വേറെ ഓർഗാനിസം ഹണ്ട് ചെയ്ത് ആനിമൽസിനെ വേസ്റ്റായി പോകാതെ അതിനെ കഴിക്കുന്ന ആനിമൽസിനെയാണ് വൾച്ചേഴ്സ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം, ഈഗിൾസ്, കൈറ്റ്സ് ഒക്കെ എന്താണ്, അതിൻ്റെ എക്സാമ്പിളാണ് വൾച്ചേഴ്സ്. അവരൊക്കെയാണ് നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹൈനാസ് സ്കാവഞ്ചേഴ്സ് ആണ്, ഇതൊക്കെ എന്താണ്, സ്കാവഞ്ചേഴ്സ് ആണ്. അപ്പം വേറൊരു ഓർഗാനിസം അണ്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് ആയിട്ട് വന്നുള്ള ആനിമൽസിനെ, ഡെഡ് ഓർ ഡീക്കേയിങ് മാറ്ററിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആനിമൽസ്, അവരുടെ വേസ്റ്റ് റിമൂവലാണ് ആക്ച്വലി അവരുടെ വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് സ്കാവഞ്ചർ. സോ സ്കാവഞ്ചറിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്, ക്രോ ഒരു എക്സാമ്പിളാണ്, ഒരു സ്കാവഞ്ചർ ആണ് കേട്ടോ. ക്രോ നമ്മൾ ചത്ത് കിടക്കുന്ന ആനിമൽസിനാണ് എന്ത് ചെയ്യുക, ക്രോസ് ഒക്കെ കഴിക്കുക, കാക്കകളൊക്കെ കഴിക്കുക, ഇപ്പോൾ സ്കാവഞ്ചറാണ്. ഇനി ടൈഗർ എന്ന് പറയുന്നത് ഒരു കാർണിവോറാണ്, കംപ്ലീറ്റ്ലി ആനിമൽസിനെ കഴിക്കുന്നതാണ്. പ്ലാന്റ്സിനെ ടൈഗർ ഈറ്റ് ചെയ്യുന്ന നമ്മളെ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അത് കംപ്ലീറ്റ്ലി ആനിമൽസിനെ കഴിക്കും. ഇനി ഹ്യൂമൻസ് നമുക്കറിയാം ആനിമൽസിനും പ്ലാന്റ്സിനും ഈറ്റ് ചെയ്യുന്നതാണ്, മീറ്റും കഴിക്കുന്നുണ്ട് പ്ലാന്റ്സിനും കഴിക്കുന്നുണ്ട്. സോ ഒംനിവോർ ആണ്. ഇനി ഹെർബിവോറിൻ്റെ എക്സാമ്പിളാണ് റാബിറ്റ് ഗ്രാസോ ക്യാരറ്റോ ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആക്ച്വലി അവർ ഹെർബിവോർ ആണ്. ഇനി നമ്മൾ നോക്കാനുള്ളത് പാരസൈറ്റ് ആണ്. പാരസൈറ്റ് നോക്കുകയാണെങ്കിൽ ടേപ്പ് വോം എന്താണ്, ഒരു പാരസൈറ്റ് ആണ്. സോ ടേപ്പ് വോം എന്താ ചെയ്യുന്നത്, ടേപ്പ് വോം എന്താ ചെയ്യുന്നത്, ടേപ്പ് വോം നമുക്ക് നമ്മളെ വയറിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസസ് നമുക്ക് കോസ് ചെയ്യും കേട്ടോ. അതാണ് ടേപ്പ് വോം വരുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും 1 കറക്റ്റ്ലി എവിടേക്കാണ് മാച്ച് ചെയ്യുന്നത്, ബിയിലേക്കാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനിലും 1 ബി ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം. 2 എല്ലാ ഓപ്ഷനിലും ഡി ആണോ, എല്ലാ ഓപ്ഷനിലും ഡി ആണ്. സോ നമുക്ക് കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് തേർഡ് ഓപ്ഷനും കൂടി നോക്കാം. തേർഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്, ഇ ആണ്. അപ്പം തേർഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്ന 3 ഓപ്ഷനാണ്. പക്ഷേ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ഡി 3A ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി എല്ലാം നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ഇനി 4 ആണ് നമുക്ക് നോക്കാനുള്ളത്. 4 കറക്റ്റ്ലി പറയുന്നത് ഓപ്ഷൻ ഏതാണ്, 4 കറക്റ്റ്ലി വരുന്നത് സി ആണ് അല്ലേ. അപ്പോൾ 4C എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻ സി മാത്രമാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ എയും ബിയും എന്താണ്, റോങ് ആണ്. കാരണം 4D 4A എന്നൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അപ്പം റോങ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കൊരു ഫുഡ് ചെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി ഫുഡ് ചെയിൻ ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ അതർ ഫോർ ഫുഡ് ആൻഡ് എനർജി.
മറ്റൊരു ഓർഗാനിസത്തിന് എന്ത് ചെയ്യും, നമ്മൾ ഫുഡിനും എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യും. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ. എനർജി ഫ്ലോൻ്റെ ഡിറക്ഷൻ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി മൂവ്സ് ഫ്രം കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് ദ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൺസ്യൂമേഴ്സിലേക്കാണ് പോവുക, കൺസ്യൂമേഴ്സ് ടു പ്രൊഡ്യൂസേഴ്സ് അല്ല പോവുക. സോ അത് റോങ് ആണ്. എനർജി മൂവ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടുവേർഡ്സ് ദ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി എനർജി മൂവ് ഈക്വലി ബിറ്റ്വീൻ ഓൾ ട്രോഫിക് ലെവൽസ്. ഓരോ എനർജി ഓരോ ട്രോഫിക് ലെവൽ മാറുന്നതിനനുസരിച്ചും അത് ഈക്വൽ ആണെന്ന് പറയുന്നത് അത് ആക്ച്വലി റോങ് ആണ് കേട്ടോ. 10% റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട്. ആ റൂൾ എന്ന് പറയുന്നത് ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴും എനർജി 10% എന്ത് ചെയ്യും, ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജീൻ്റെ പ്ലാന്റ്സിന് അക്വയർ ചെയ്യുന്ന ഒരു 100% ആണെങ്കിൽ നമ്മൾ പ്ലാന്റ്സിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 10% എനർജി മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് 10% റൂൾ ഓഫ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. സോ അതെന്താണ്, റോങ് ആണ്. ഇപ്പോൾ എല്ലാ ട്രോഫിക് ലെവലിലും ഈക്വൽ എനർജി അല്ല ഫ്ലോ നടക്കുന്നത്. ഇനി എനർജി മൂവ് ഓൺലി എമംഗ് ഓർഗാനിസം അറ്റ് വൺ ലെവൽ. ഒരു ലെവലിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ എന്ന് പറയുന്നത് അത് റോങ് ആണ്. ഒരുപാട് ലെവൽസ് അത് പോകുന്നതാണ്. സോ അതും റോങ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ നോക്കാം. അസേർഷനിൽ കൊടുത്തുള്ളത് എ ഫുഡ് വെബ് ഗിവ്സ് മോർ റിയലിസ്റ്റിക് പിക്ചർ ഓഫ് ഫീഡിങ് റിലേഷൻഷിപ്പ് വിത്തിൻ എ സിംഗിൾ ഫുഡ് ചെയിൻ. ഒരു സിംഗിൾ ഫുഡ് ചെയിനിൽ മോർ റിയലിസ്റ്റിക് ആയുള്ള ഒരു പിക്ചർ എന്ത് ചെയ്യും, നമുക്ക് ഫുഡ് വെബ് തരും എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എ ഫുഡ് ചെയിൻ കൺസിസ്റ്റ് ഓഫ് സെവറൽ ഇന്റർ കണക്റ്റഡ് ഫുഡ് വെബ്സ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റാണ്. ഒരു സിംഗിൾ ഫുഡ് ചെയിനിലെ ഫീഡിങ് റിലേഷൻഷിപ്പ് മോർ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫുഡ് വെബിനല്ല ആക്ച്വലി കാണിക്കാൻ പറ്റുക, ഒരു ഫുഡ് ചെയിൻ തന്നെയാണ് കാണിക്കാൻ പറ്റുക. ഫുഡ് വെബ് ഒരു മോർ റിയലിസ്റ്റിക് ഫുഡ് ചെയിൻ ഇന്റർ കണക്റ്റഡ് ആനിമൽസ് ത്രൂ ആണ് കാണിക്കുന്നത്. സോ ഇതെന്താണ്, റോങ് ആണ്. സോ അസേർഷൻ ഫാൾസ് ആണ്, റീസൺ ട്രൂ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ട്രിക്കി ആയിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. അതിന് ഈ ഒരു QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ nsmc.exanwelllearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിൽ പിൻഡായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ കയറി ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫീ ഓൺലി 200 rupees. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അടിപൊളിയായുള്ള ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. സയൻസും മാത്സും മാറ്റിലും നിങ്ങൾ മിടുക്കരാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.